രക്ഷയുടെ ശബ്ദം ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി വിശ്വാസവീരന്മാരായ മക്കാബിയുടെ ഉത്സവത്തിൽ നിന്നും പാർക്കുമോ. വിശ്വാസവീരന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും നീക്കുണ്ടായിരിക്കട്ടെ. ഏറ്റവും ഇളയ സഹോദരൻ ജീവനോടെ ശേഷിച്ചിരിക്കുന്നു. അന്തിയോക്കോസ് അവനെ ഉപദേശിക്കുക മാത്രമല്ല, പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവനെ ഏറ്റവും സമ്പന്നനും സമാഹരണീയനാക്കാമെന്നും അവനെ തന്റെ സ്നേഹിതനാക്കാമെന്നും പൊതുകാര്യങ്ങൾ അധികാരപ്പെടുത്താമെന്നും പ്രതിജ്ഞാപൂർവം വാഗ്ദാനം ചെയ്തു. ആ ചെറുപ്പക്കാരനാകട്ടെ രാജാവിനെ ശ്രദ്ധിച്ചതുപോലുമില്ല. അതുകൊണ്ട് രാജാവ് അമ്മയെ അടുക്ക വിളിച്ച് സ്വയം രക്ഷപ്പെടുവാൻ അയാളെ ഉദ്ദേശിക്കുന്നതിന് ആവശ്യപ്പെട്ടു. രാജപക്ഷത്തു നിന്ന് നിർബന്ധമുണ്ടായപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ ക്രൂരനായ സ്വേച്ഛാധിപതിയെ പരിഹസിച്ചുകൊണ്ട് ആ സ്ത്രീ പുത്രന്റെ അടുക്കലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞു, മകനെ എന്നിൽ ദയ കാണിക്കുക. നിന്നെ ഞാൻ 9 മാസം ഉദരത്തിൽ വഹിച്ചു. 3 സംവത്സരക്കാലം നിന്നെ മുലയൂട്ടി വളർത്തി. നിന്നെ പോറ്റി വളർത്തി ഈ ജീവിതാവസ്ഥ വരെ എത്തിച്ചു. നിന്നിൽ ഞാൻ ശ്രദ്ധ വെച്ചു. എന്റെ കുഞ്ഞെ, ഞാൻ നിന്നോട് യാചിക്കുന്നു, ഈ കൊലയാളിയെ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് തുല്യനെന്ന് നീ തെളിയിക്കുക. മരണത്തെ സ്വീകരിക്കുക. അങ്ങനെ ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാർക്കൊപ്പം നിന്നെയും എനിക്ക് തിരിച്ചുവിട്ടട്ടെ. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുക യുവാവ് പറഞ്ഞു, നിങ്ങൾ എന്തിനെ കാത്തിരിക്കുന്നു? ഞാൻ രാജകൽപ്പന അനുസരിക്കുകയില്ല. മോശയിലൂടെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകപ്പെട്ട ന്യായപ്രമാണത്തിന് കൽപ്പനയാണ് ഞാൻ അനുസരിക്കുക. എന്നാൽ അഭിപ്രായത്തിനെതിരായ സർവ്വദുഷ്ടതകളും പ്രവർത്തിച്ച നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല.